ഹലോ ഫ്രണ്ട്സ്, സജിൽസ് ടെക് സെൻറ്ററിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഒരുപാട് നാളെ ഞാൻ വീഡിയോസ് എല്ലാം ചെയ്തിട്ട് അത് മറ്റൊന്നുമല്ല, ഞാൻ സ്റ്റോക്ക് മാർക്കറ്റിൽ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ച് അതിനെക്കുറിച്ച് പഠിക്കാൻ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്ത കാരണമാണ് വീഡിയോസൊന്നും ഇടാത്തത്. ഇനി അത്യാവശ്യം വീഡിയോസ് നമ്മളിടാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ട്രേഡിങ്ങിനെ കുറിച്ചുള്ള വീഡിയോസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. ഞാൻ ചെയ്യുന്ന സ്ട്രാറ്റജീസും മറ്റു കാര്യങ്ങളും അത്യാവശ്യം പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന രീതിയും ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. നിങ്ങൾ മറ്റുള്ള വീഡിയോസിലും കണ്ടിട്ടുണ്ടാവും, ഒരുപാട് ട്രേഡേഴ്സ് ഇപ്പോൾ അവൈലബിൾ ആണ്. എന്നിരുന്നാലും നമ്മളുടേതായ സ്റ്റൈലിലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള വീഡിയോസ് വേണമെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് പുതിയൊരു ടെലഗ്രാം ആപ്പ് അവൈലബിളായി വന്നിട്ടുണ്ട്. ഇപ്പോൾ റീസെൻ്റായിട്ട് വന്നതാണ് ഹാംസ്റ്റർ കോമ്പാറ്റ് എന്ന് പറഞ്ഞിട്ട്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. നിങ്ങളുടെ ഫോണിൽ ടെലഗ്രാം ആപ്ലിക്കേഷൻ വേണം, എന്നാലേ ഇത് വർക്ക് ആവുള്ളൂ. അപ്പോൾ ഇത് കുറച്ച് നാൾ മുമ്പ് ഇതുപോലൊരു ആപ്ലിക്കേഷൻ നോട്ട് കോയിൻ ബേസ് ചെയ്തിട്ടൊരു ആപ്ലിക്കേഷൻ വന്നിരുന്നു. അത് ലിസ്റ്റഡ് ആണ്, നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അത് ഇപ്പോൾ ക്യൂ കോയിനിൽ ലിസ്റ്റഡ് ആണ്. ഏകദേശം $0.019 ആയിട്ടുണ്ട്. അപ്പോൾ അന്ന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ടോക്കൺസ് ഉള്ള ആളുകൾ നല്ല രീതിയിൽ പ്രോഫിറ്റ് എടുത്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ ബൈനാൻസിലും ഇത് വന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം, ബൈനാൻസിൽ നോട്ട് കോയിൻ എന്ന് പറഞ്ഞിട്ട് ഇതിലും ലിസ്റ്റഡ് ആയിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ പമ്പ് ചെയ്തിട്ട് വീണ്ടും ഒന്ന് ഡൗൺ ആയി വീണ്ടും പമ്പ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ടോക്കണാണ്. അപ്പോൾ ഇതുപോലെ വരാൻ ചാൻസ് ഉള്ള ഒരു ആപ്ലിക്കേഷനാണ് ഈ ഹാംസ്റ്റർ കോമ്പാറ്റ് എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ തന്ന ലിങ്കിൽ പോയിട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ ടെലഗ്രാം ആപ്ലിക്കേഷൻ ഉള്ള ആളുകൾക്ക് റീഡയറക്റ്റ് ആയിട്ട് അതിൻ്റെ ആപ്ലിക്കേഷൻ പേജ് വരും. അതിൽ പ്ലേ എന്ന് പറഞ്ഞ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഈ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. ഞാനിപ്പോൾ ഇന്നലെ മിനിയാന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ ഈ ഒരു ആപ്ലിക്കേഷൻ. നിങ്ങൾക്ക് കാണാം ടോക്കൺസ് ഇവിടെ ആഡായി വരുന്നത്. നമ്മൾ ആകെ ചെയ്യേണ്ടത് ഈ കാണുന്ന ഹാംസ്റ്ററിൻ്റെ പിക്ചറിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അതിനനുസരിച്ച് ഇവിടെ നിങ്ങൾക്ക് നമുക്കുള്ള 4500 നിന്ന് അത് കുറഞ്ഞു വരുന്നത് കാണാൻ സാധിക്കും. ഇത് മുകളിലേക്ക് ആഡ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതാണ് ആപ്ലിക്കേഷൻ. ഒരുപാട് പേര് ഇപ്പോൾ ചെയ്യുന്നുണ്ട്. ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് തന്നെ ഒരുപാട് ആളുകൾ ഇത് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാവും. ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ. നിങ്ങളാകെ ചെയ്യേണ്ടത് ഇതുപോലുള്ള ടാപ്പിംഗ് പ്രോസസ്സാണ് ആകെ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നിങ്ങൾ ഏൺ ചെയ്ത് കഴിയുമ്പോൾ, മുകളിൽ ടോക്കൺ ഇതുപോലെ ഏൺ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇത് ബൂസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഫസ്റ്റ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഏകദേശം 2000 ടോക്കൺസ് ഒക്കെ ആയിരിക്കും നിങ്ങൾക്ക് ഇതുപോലെ ടാപ്പ് ചെയ്യാൻ പറ്റുന്നത്. വീണ്ടും അത് കൂടിക്കൂടി വരും. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ റൈറ്റ് സൈഡ് കാണുന്ന ഈ ഒരു സെക്ഷനിൽ ബൂസ്റ്റ് കൊടുക്കാം. ബൂസ്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ടാപ്പ് ചെയ്ത് കിട്ടിയ ആ ടോക്കൺസ് യൂസ് ചെയ്തിട്ട് നമുക്കിവിടെ ഇത് പർച്ചേസ് ചെയ്യാൻ സാധിക്കും. അതിനനുസരിച്ച് നമ്മൾ ടാപ്പ് ചെയ്യുന്ന ആ നമ്പർ ആഡ് ആയിക്കൊണ്ടിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഞാൻ ഓരോ പ്രാവശ്യം ടാപ്പ് ചെയ്യുമ്പോൾ എനിക്ക് +9 വെച്ചിട്ട് ആഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ ചിലപ്പോൾ ടാപ്പ് ചെയ്യുമ്പോൾ 3 or 2 ഒക്കെ ആയിരിക്കും വരുന്നത് സ്റ്റാർട്ടിങ്ങിൽ. അത് നമ്മൾ ഇതുപോലെ ബൂസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇവിടെ മൾട്ടി ടാപ്പ് എന്ന് പറയുന്ന ഈ ഒരു സെക്ഷനിൽ പ്രസ് ചെയ്തിട്ട് ഇപ്പോൾ എനിക്ക് 16,000 ടോക്കൺസ് കൊടുത്താൽ എനിക്ക് വീണ്ടും ഒരു പോയിൻ്റ് കൂടി ആഡായി ഇവിടെ കിട്ടും. നിങ്ങൾക്ക് അത്രയും ഉണ്ടാവില്ല, സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കുറവായിരിക്കും. അപ്പോൾ നിങ്ങൾ ഏൺ ചെയ്യുന്ന ആ ടോക്കൺ വെച്ചിട്ട് ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യുക. ഓരോ പ്രാവശ്യം ടാപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ആ മൈനിങ് സ്പീഡ് കൂടും. സ്പീഡല്ല, പോയിൻ്റ് കൂടിക്കൊണ്ട് വരും. അതുപോലെ തന്നെ ബൂസ്റ്റിൽ മറ്റൊരു ഓപ്ഷൻ ഉണ്ട്, എനർജി ലിമിറ്റ് എന്ന് പറഞ്ഞിട്ട്. ഇത് നമുക്കിതുപോലെ നമ്മൾ ടാപ്പ് ചെയ്ത ആ ടോക്കൺ വെച്ചിട്ട് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇപ്പോൾ ഈ 4500 അവിടം വരെ എത്തണമെങ്കിൽ നമ്മൾ കുറച്ച് നേരം ഒരു പ്രാവശ്യം ടാപ്പ് ചെയ്തിട്ട് വെയിറ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ കുറച്ച് സമയത്തിനുള്ളിൽ അവിടം വരെ എത്തുള്ളൂ. അപ്പോൾ ഈ ഒരു സ്പീഡ് നമുക്ക് ആഡ് ചെയ്യാം. അല്ലെങ്കിൽ ഈ 4500 എന്ന് പറഞ്ഞ ഈ ഒരു സെക്ഷൻ നിങ്ങൾക്കിപ്പോൾ 2000 ആയിരിക്കും ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ 1500 ഒക്കെ ആയിരിക്കും. ഓരോ പ്രാവശ്യം നമ്മളിതുപോലെ ബൂസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ 500 പോയിൻറ്റ്സ് വെച്ചിട്ട് കൂടും. ഓക്കെ, അപ്പോൾ 3000, 3500, 4000, ഞാനിപ്പോൾ 4500 വരെ പർച്ചേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുവരെ ആകുമ്പോൾ നമുക്ക് വീണ്ടും ടാപ്പ് ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ടാപ്പ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ അധികം ടാപ്പ് ചെയ്യാറില്ല. ടാപ്പ് ചെയ്യാതെ തന്നെ നമുക്ക് ഒരുപാട് കോയിൻസ് ഏൺ ചെയ്യാനുള്ള ഒരുപാട് ഓപ്ഷൻസ് ഇതിൽ അവൈലബിൾ ആണ്. നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഈ കാണുന്ന ടോക്കൺസേക്കാൾ വാല്യൂ നമുക്ക് എക്സ്ചേഞ്ച് ചെയ്തെടുക്കാൻ വാല്യൂ വരുന്നത് ഈ മുകളിൽ കാണുന്ന പ്രോഫിറ്റ് പെർ ഹവർ എന്ന് പറയുന്നൊരു സെക്ഷൻ നിങ്ങൾക്ക് കാണാം. ഇവിടെ എനിക്ക് ഇപ്പോൾ 24,000 കാണിക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഓരോ ഹവറിലും, ഓരോ മണിക്കൂറിലും 24,000 പോയിൻ്റ് വെച്ച് എനിക്ക് കയറിക്കൊണ്ടിരിക്കും. ചില ആളുകൾക്ക് ലക്ഷങ്ങൾ പോയിൻറ്റ്സ് കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ടാപ്പ് ചെയ്തെടുക്കുന്ന ഈ ടോക്കൺസ് വെച്ചിട്ട് നമ്മൾ ഓരോ കാർഡുകൾ പർച്ചേസ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് താഴെ മൈൻ എന്ന് പറയുന്നൊരു സെക്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ കാണുന്ന മാർക്കറ്റ്, അതുപോലെ തന്നെ PR ആൻഡ് ടീം, ലീഗൽ എന്ന് പറയുന്ന 4 സെക്ഷൻ ഉണ്ട്. ഇതിൽ ഓരോ ടോക്കൺസ് നമ്മൾ ഏൺ ചെയ്ത ആ ഇത് വെച്ചിട്ട് പർച്ചേസ് ചെയ്യുന്നതനുസരിച്ച് അവിടുത്തെ സ്പീഡ്, അതായത് പ്രോഫിറ്റ് പെർ ഹവർ എന്ന് പറയുന്ന സെക്ഷനിൽ സ്പീഡ് കൂടിക്കൊണ്ടിരിക്കും. ഒരു എക്സാമ്പിൾ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഇപ്പോൾ ഇവിടെ 9.75 80,000 പോയിൻറ്റ്സ് എനിക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ 1630 ടോക്കൺസ് ഈ മോഡുള്ള സെക്ഷനിൽ ആഡ് ആയി കിട്ടും. അതിന് ഗോ ഹെഡ് എന്ന് കൊടുക്കുക. അപ്പോൾ
മുകളിലുള്ള നിങ്ങൾക്ക് ഇവിടെ കാണാം ടോട്ടൽ പോയിൻറ്റ്സിൽ നിന്ന് ആ ഒരു എമൗണ്ട് കുറഞ്ഞു. പക്ഷേ മുകളിൽ 24,000 എന്നുള്ളത് 25,800 സംതിങ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് മാക്സിമം ടോക്കൺസ് മുകളിൽ ആഡാക്കിക്കൊണ്ടിരിക്കണം. ഇതെല്ലാം നിങ്ങൾക്ക് വരും ദിവസങ്ങളിൽ മനസ്സിലാവും. ഇതൊറ്റ വീഡിയോ അല്ല, ഇതിൽ ബേസ് ചെയ്തിട്ട് ഒരുപാട് വീഡിയോസ് വരാൻ ചാൻസ് ഉണ്ട്. കാരണം ഒരുപാട് ഓപ്ഷൻസ്, പുതിയ പുതിയ ഓപ്ഷൻസ് ഇതിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ, കുറച്ച് ദിവസമായിട്ടുള്ളൂ ഇത് റിലീസായിട്ട്. ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ മിക്കവാറും വാലറ്റ് അല്ലെങ്കിൽ എക്സ്ചേഞ്ചുകളിൽ എത്താൻ ചാൻസ് ഉണ്ട് എന്നാണ് ഇവർ പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ ഡെയിലി കോംബോ എന്ന് പറഞ്ഞ സെക്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. ഇതിൽ 50 lakh ടോക്കൺസ് നമുക്ക് ഏൺ ചെയ്യാം. അതെല്ലാം എങ്ങനെയാണെന്ന് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ച് തരാം. നിങ്ങൾക്ക് ഡെയിലി നമുക്ക് അത്യാവശ്യം 1 lakh 10 lakh ഒക്കെ ഏൺ ചെയ്യാൻ സാധിക്കും. അതായത് കോയിൻസ് ആണ്, അത് ഏൺ ചെയ്യാൻ സാധിക്കും. അതിൻ്റെ വീഡിയോസ് എല്ലാം വരും ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞു തരുന്നതാണ്. അതെങ്ങനെയാണ് ചെയ്യുന്നത് വെച്ചാൽ ഈ 3 ക്വസ്റ്റ്യൻ മാർക്ക് നിങ്ങൾക്ക് കാണാം. ഇതിലെ ടോക്കൺസ് നമ്മൾ ഓരോ PR ടീമിലൊക്കെ പോയിട്ട് ഓരോ ടോക്കൺസ് ഇതുപോലെ പർച്ചേസ് ചെയ്യുമ്പോൾ ആ ഒരു കാർഡ് ഓപ്പൺ ആയി കിട്ടും. അത് ഏതൊക്കെ കാർഡാണെന്ന് ഞാൻ പറഞ്ഞു തരാം. ആ കാർഡ് മാത്രം നിങ്ങൾ പർച്ചേസ് ചെയ്താൽ മതി. പർച്ചേസ് മീൻസ് ക്യാഷ് മുടക്കിയിട്ടല്ല, നമ്മൾ ടാപ്പ് ചെയ്തെടുക്കുന്ന ഈ ടോക്കൺസ് വെച്ചിട്ടാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഈ കാണുന്ന 50 lakh ടോക്കൺസ് ഒക്കെ കിട്ടും. അതുപോലെ തന്നെ ഇതിൽ മറ്റ് ഏണിംഗ് ഓപ്ഷൻ ഉള്ളത് താഴെ ഏൺ എന്ന് പറഞ്ഞ സെക്ഷനിൽ നിങ്ങൾക്ക് കാണാം. ഇവർ ഓരോ വീഡിയോസ് മിക്ക ദിവസങ്ങളിലും അപ്ലോഡ് ചെയ്യും യൂട്യൂബിൽ. അത് ജസ്റ്റ് നമ്മളൊന്ന് വാച്ച് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇവിടെ ഇപ്പോൾ വാച്ച് വീഡിയോ എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം. ആ വീഡിയോ ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് വാച്ച് ചെയ്യുക. ഒരു 20 seconds ഒക്കെ വാച്ച് ചെയ്താൽ മതിയാവും. അത് വാച്ച് ചെയ്ത് കഴിയുമ്പോൾ താഴെ ഒരു ഓപ്ഷൻ വരും, ക്ലെയിം എന്ന് പറഞ്ഞിട്ട്. അതിൽ പ്രസ് ചെയ്യുക. ഏകദേശം 1 മണിക്കൂറിന് ശേഷം നിങ്ങൾ വീണ്ടും വന്നിട്ട് ക്ലെയിം ബട്ടണിൽ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ 1 ലക്ഷം ടോക്കൺസ് നിങ്ങൾക്ക് കിട്ടും. അതുപോലെ ഇവർ 2-3 വീഡിയോസൊക്കെ ഡെയിലി അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഏൺ ചെയ്യാം. അതുപോലെ തന്നെ ഡെയിലി റിവാർഡ്സ്, എല്ലാ ദിവസവും ഈ റിവാർഡ്സ് നിങ്ങൾക്ക് ഇവിടെ നിന്നിട്ട് ഏൺ ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. ഏകദേശം 5 മില്യൺ 10 ദിവസമായിട്ടുണ്ടെങ്കിൽ ഏകദേശം 5 മില്യൺ ടോക്കൺസ് വരെ നിങ്ങൾക്ക് ഇതുപോലെ കളക്ട് ചെയ്തെടുക്കാൻ സാധിക്കും. ഓരോ ദിവസം നിങ്ങളിത് ചെക്ക് ചെയ്യണം. പിന്നെ ഒരു ഓപ്ഷൻ ഉള്ളത് ടാസ്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇവരുടെ ടെലഗ്രാം ചാനലിലൊക്കെ ജോയിൻ ചെയ്യുക. അതിനനുസരിച്ച് നിങ്ങൾക്ക് ടോക്കൺസ് ലഭിക്കും. അതുപോലെ തന്നെ എക്സ്, അതായത് പഴയ ട്വിറ്ററിൽ ജോയിൻ ചെയ്യുക. പിന്നെ ഇവിടെ ചൂസ് യുവർ എക്സ്ചേഞ്ച്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എക്സ്ചേഞ്ച് ഇവിടെ നിന്നിട്ട് ചൂസ് ചെയ്തെടുക്കാൻ സാധിക്കും. ഞാൻ ഇപ്പോൾ ഓൾറെഡി Qcoin ആണ് ചൂസ് ചെയ്തിരിക്കുന്നത്. അതിനനുസരിച്ച് എനിക്ക് ഇവിടെ താഴെ കാണാം എക്സ്ചേഞ്ച് Qcoin ലിസ്റ്റ് ആയിരിക്കുന്നത്. അതിനനുസരിച്ച് 5,000 ടോക്കൺസ് നിങ്ങൾക്ക് ലഭിക്കും. പിന്നീടുള്ളത് ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്യലാണ്. ഓരോ ഫ്രണ്ട്സിനെയും, അതായത് 3 ഫ്രണ്ട്സിനെ ആദ്യം ഇൻവൈറ്റ് ചെയ്യുമ്പോൾ 25,000 ടോക്കൺസ് വെച്ചിട്ടും പിന്നെ ഓരോ ഫ്രണ്ട്സിനായിട്ട് നിങ്ങൾക്ക് ടോക്കൺസ് ലഭിച്ചുകൊണ്ടിരിക്കും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ ഞാനിപ്പോൾ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ഒരു ദിവസം ഇട്ടിട്ടുണ്ട്. ഏകദേശം 17 പേരുള്ള അതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ മാക്സിമം ടോക്കൺസ് നിങ്ങൾക്ക് കളക്ട് ചെയ്യാം. അതുപോലെ എയർ ഡ്രോപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ഞാനിപ്പോൾ വാലറ്റ് കണക്ട് ചെയ്തിട്ടില്ല. ടോൺ എന്ന് പറഞ്ഞ ടോക്കൺ ബേസ് ചെയ്തിട്ടുള്ള വാലറ്റാണ് ഇതിൽ കണക്ട് ചെയ്യേണ്ടത്. അതൊക്കെ എങ്ങനെയെന്ന് വരും ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ആകെ ചെയ്യേണ്ടത് ഞാൻ തന്ന ലിങ്കിൽ പ്രസ് ചെയ്തിട്ട് ഇതിലേക്ക് വരിക. മാക്സിമം ടോക്കൺസ് ഇതുപോലെ ടാപ്പ് ചെയ്തിട്ട് കളക്ട് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ ഈ ഏൺ ഓപ്ഷനിൽ പോയിട്ട് മാക്സിമം ടോക്കൺസ് കളക്ട് ചെയ്യുക. അതുപോലെ നിങ്ങൾ കളക്ട് ചെയ്യുന്ന ടോക്കൺസിനനുസരിച്ച് ഇവിടെ നിങ്ങൾക്ക് കാണാം നിങ്ങളുടെ റാങ്ക് കൂടി വരുന്നത്. ഇവിടെ എപ്പിക് എന്ന് പറയുന്ന റാങ്കിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. അതിനു മുമ്പ് ഡയമണ്ട് ആയിരുന്നു, പ്ലാറ്റിനം ആയിരുന്നു. അതൊക്കെ നിങ്ങൾ ഏൺ ചെയ്യുന്ന ഗോൾഡിൽ വരുമ്പോൾ 25 ടോക്കൺസ് ഏൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഗോൾഡിലേക്ക് വരാം. 100K ടോക്കൺസ് ഏൺ ചെയ്തിട്ടുണ്ടെങ്കിൽ പ്ലാറ്റിനം. അതുപോലെ തന്നെ 1 മില്യൺ ആണെങ്കിൽ ഡയമണ്ട്, എപ്പിക്. ഞാനിപ്പോൾ ഇനി 10 മില്യണിലേക്കാണ് പോകുന്നത്. ഇതൊക്കെ വളരെ പെട്ടെന്ന് നമുക്ക് കളക്ട് ചെയ്തെടുക്കാൻ സാധിക്കും. അതിനുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. മാക്സിമം ടോക്കൺസ് നമ്മൾ കളക്ട് ചെയ്യുക. അതുപോലെ തന്നെ കാർഡുകൾ കളക്ട് ചെയ്തെടുക്കുക. അതിനനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് പോയിൻറ്റ്സ് കൂടുന്നത്. അപ്പോൾ വരും ദിവസങ്ങളിൽ ഒരുപാട് അപ്ഡേഷൻസ് ഇത് വരാൻ ചാൻസ് ഉണ്ട്. അതൊക്കെ എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫ്രീ ടൈം കിട്ടുമ്പോൾ നിങ്ങൾക്കൊരു ഗെയിം കളിക്കുന്ന പ്രതീതിയോടെ ഇത് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഡെയിലി ഒരു 10 ലക്ഷം ടോക്കണൊക്കെ എക്സ്ട്രാ ഏൺ ചെയ്യാനുള്ള മോഡ്സ് കോഡ് രീതി ഇതിലുണ്ട്. അത് വരും ദിവസങ്ങളിലുള്ള വീഡിയോസിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ ഇന്ന് മിക്കവാറും ഈ വീഡിയോ ഇതിന് ബേസ് ചെയ്തിട്ട് എന്തെങ്കിലും അപ്ഡേഷൻ ഉണ്ടെങ്കിൽ അടുത്തൊരു വീഡിയോയും കൂടി ഞാൻ അപ്ലോഡ് ചെയ്യും. അതിൽ എക്സ്ട്രാ നിങ്ങൾക്ക് ഏൺ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ മാക്സിമം കിട്ടുന്ന ടോക്കൺസ് ഇതുപോലെ കളക്ട് ചെയ്ത് വെക്കുക. ഫ്രണ്ട്സിനൊക്കെ റെഫർ ചെയ്യുക. മാക്സിമം എല്ലാ സമയവും ഇതിൽ കുത്തിക്കൊണ്ടിരിക്കുന്നു വേണ്ട. ജസ്റ്റ് നിങ്ങൾ ഗെയിം കളിക്കുന്ന ടൈമൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുക. മാക്സിമം ഇതുപോലുള്ള ഏണിംഗ് ഓപ്ഷൻസിലൂടെ മാക്സിമം ഏൺ ചെയ്ത് എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങളുടെ ടൈമും വേസ്റ്റ് ആവില്ല. ഞാൻ അധികം ടാപ്പൊന്നും ചെയ്യാറില്ല. ഞാൻ മാക്സിമം ഇതുപോലുള്ള ഏണിംഗ് ഓപ്ഷൻസ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അതുപോലെ ഇതിൽ ഏൺ പെർ ടാപ്പ് മുകളിൽ കാണുന്ന ഈ ഒരു ഓപ്ഷനിൽ നിങ്ങളൊന്ന് പ്രസ് ചെയ്യുമ്പോൾ ഇതുപോലൊരു ഡെയിലി സൈഫർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഇന്ന് ഞാൻ ക്ലെയിം ചെയ്ത 10 ലക്ഷം ടോക്കൺസ് ആണ്. അതെങ്ങനെയെന്നുള്ള നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. മോഡ്സ് കോഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഡെയിലി സൈഫർ ഏൺ ചെയ്യുന്നത്.
ഡെയിലി ഏകദേശം 10 ലക്ഷം 20 ലക്ഷം ടോക്കൺസൊക്കെ മിക്ക ദിവസവും നമുക്ക് ഏൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതെങ്ങനെയാണെന്നുള്ള വീഡിയോ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഡെയിലി ഞാൻ അത് നമ്മുടെ ടെലഗ്രാമിലോ അല്ലെങ്കിൽ വീഡിയോയിലൂടെ അപ്ഡേറ്റ് ചെയ്ത് തരുന്നതാണ്. ആ ഒരു സൈഫർ കോഡ് ഞാൻ ചെയ്യുന്നത് പോലെ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഏകദേശം 10 ലക്ഷം ടോക്കൺസൊക്കെ ഡെയിലി നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ആദ്യമായിട്ട് ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരും ദിവസങ്ങളിലുള്ള വീഡിയോ കൂടി കാണുക. നമ്മളിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇനി വീഡിയോ എന്തായാലും അപ്ലോഡ് ചെയ്യും. അതുപോലെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ട്രേഡിംഗ് ബേസ് ചെയ്തിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അതിനനുസരിച്ച് ഞാൻ ട്രേഡിംഗ് ബേസ് ചെയ്തിട്ടുള്ള വീഡിയോസും ഞാൻ എൻ്റെ സ്ട്രാറ്റജീസൊക്കെ വെച്ചിട്ടുള്ള വീഡിയോസ് ഞാൻ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ നോട്ടിഫിക്കേഷൻ ഒന്ന് എനേബിൾ കൂടി ചെയ്യുക. എന്നാൽ മാത്രമേ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുള്ളൂ, നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. സോ ഇനിയും പുതിയ വീഡിയോസും ട്രിക്സും അപ്ഡേറ്റ്സും വരുന്നതാണ്. താങ്ക് യു സോ മച്ച്.